ഓക്കെ, ജീവാംശം ആരോഗ്യവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മെയിലിന് ഉള്ള ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് ആണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്നതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് സെമിനൽ ഫ്ലൂയിഡാണ്. ഈ സെമൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ ഫ്ലൂയിഡ് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ഈ ഹോർമോൺസ് എല്ലാ പുരുഷന്മാർക്കും വേണ്ടതാണ്. അത് ഒരു പക്ഷേ ഒരു 60-80 വയസ്സൊക്കെ 60 വയസ്സിന് മുകളിൽ വരുമ്പോഴാണ് ഈ ഗ്ലാൻഡിന് ചെറിയ വീക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സെമനൽ വെസിക്കിൾസ് ഫോം ചെയ്തിട്ട് വെസിക്കിളിലേക്ക് സെമൻ വന്നിട്ട് വെസിക്കിളിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് സെമൻ വെസിക്കിളിൽ നിന്നാണ് പുറത്തോട്ട് പോകുന്നത്. ആ സമയങ്ങളിൽ ചില പ്രായമായ ആൾക്കാർ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാതെ സെമൻ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ഒരു 80 വയസ്സൊക്കെ ആകുമ്പോൾ ആ സമയങ്ങളിൽ ഈ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും കാലക്രമേണ കൊണ്ടത് വീക്കം ഉള്ളതായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് വീക്കം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഗ്രാജുവലായിട്ട് ഒരു പക്ഷേ അവിടെ ക്യാൻസർ സെല്ലുണ്ടായിട്ട് വലിയ ക്യാൻസറായിട്ട് മാറുകയും കാലക്രമേണ അത് എങ്ങനെയാണ് മൂത്രം പോകാതെയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് PSA ബ്ലഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ബയോപ്സി ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, MRI ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഈ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ മനസ്സിലാക്കുകയുള്ളൂ. ഈ ക്യാൻസറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സന്ദീപ് പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അത് റിസോം എന്ന് പറഞ്ഞൊരു വാട്ടർ തെറപ്പി വഴിയും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ കൂടാതെ ചെയ്യാൻ സാധിക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ഇത് നമ്മൾ ചെയ്യാറുള്ളത്. ലേസർ ട്രീറ്റ്മെൻറ്റ് മൂത്രനാളിയിലൂടെ കടത്തി വിട്ടിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളിലേക്ക് കടത്തി വെച്ച് ഇതിന് ഒരു ലേസർ ചെയ്ത് ഇതിനെ ചുരുക്കിയെടുത്ത് ഇതിനെ മാറ്റാവുന്നതാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഈ ചികിത്സ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളിലെ യൂട്രൈൻ ക്യാൻസർ, യൂട്രസിനുള്ളിലുള്ള ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, സ്ത്രീകൾക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്നതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ നമുക്ക് ഈ ഹോർമോൺ ഈ ഗ്ലാൻഡിൽ ഈ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ കണ്ടുവരുന്നത്. അതിന് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്തിട്ട് അസ്വസ്ഥത ഉണ്ടാകുകയും അത് ക്യാൻസർ ആകുന്നത് കണ്ടുപിടിക്കാൻ ഞാൻ മേൽപ്പറഞ്ഞ ഈ ടെസ്റ്റുകൾ കൂടി മാത്രമാണ് ഇത് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇത് എല്ലാവരും മനസ്സിലാക്കണം. സ്ത്രീകൾക്കും ഇത് പ്രോസ്റ്റേറ്റ് ഇല്ല, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ പ്രോസ്റ്റേറ്റ്. 80 വയസ്സും 85 വയസ്സുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇത് അറിയുന്നത്. അതിന് നമ്മൾ സാധാരണ മാസ്റ്റുർബേറ്റ് ചെയ്ത് ഇത് സെമൻ വെളിയിൽ കളയുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഹൃദയം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ക്യാൻസർ വരത്തില്ല. എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഇത് വരാൻ സാധ്യത തീരെ കുറവായിരിക്കും. ഇത്രയും മാത്രം നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.